ഹിമാചൽ പ്രദേശിലുള്ള തോഷ് വില്ലേജ് കണ്ടതിന് ശേഷം തിരികെയുള്ള ഞങ്ങളുടെ യാത്രയാണ് എൻ്റെ ക്യാമറയിൽ ഞാൻ വാഹനത്തിൽ വെച്ച് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാട് നോക്കിക്കഴിയുമ്പോൾ മനോഹരമായ പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന മലയോര പ്രദേശമാണ് കാണുവാൻ സാധിക്കുന്നത്. ഞങ്ങൾ കടന്നു പോകുന്ന റോഡുകളാണെങ്കിൽ കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഒരു ചിത്രീകരണം എനിക്ക് അസാധ്യമായിരുന്നു. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ചിത്രീകരണം പോലും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായ കാഴ്ചകൾ എനിക്ക് പകർത്താതിരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഇതിൻ്റെ താഴ്വാരത്തിൽ കൂടി ഒരു നദി ഒഴുകിപ്പോകുന്നത് പോലും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങ് മലമുകളിൽ നിലകൊള്ളുന്ന തോഷ് വില്ലേജിൽ നിന്ന് ഇതാ താഴ്വാരത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു പാലം കടന്നാണ് ഞങ്ങൾ തോഷ് വില്ലേജിലേക്ക് യാത്ര ചെയ്തത്. തിരികെ വന്നപ്പോഴും ഈ ഒരു പാലം കടന്ന് താൽക്കാലികമായിട്ട് സൈനികർ തീർക്കുന്ന ഇരുമ്പ് പാലമാണ് ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. തോഷ് വില്ലേജിലേക്ക് കടന്നു പോകുവാനുള്ള ഏക പാലം എന്ന് പറയുന്നത് ഈ ഒരു റോഡ് മാർഗത്തിൽ തീർത്തിരിക്കുന്ന ഈ ഒരു ഇരുമ്പ് പാലം മാത്രമാണ്. ഇത് കടന്നു പോകുമ്പോഴാണ് തോഷ് വില്ലേജ് തന്നെ ആരംഭം കുറിക്കുന്നത്. കിലോമീറ്ററുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ആരംഭം കുറിക്കുന്ന ഈ ഒരു പാലത്തിൻ്റെ ഭാഗത്തു നിന്നാണെന്നാണ് ഡ്രൈവറിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. വീണ്ടും കടന്നു പോകുന്ന വഴികളിലൊക്കെ നല്ല മനോഹരമായ മലനിരകളാണ് കാണുവാൻ സാധിക്കുന്നത്. അതുപോലും ഞാൻ എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കുവാൻ മറന്നില്ല. മനോഹരമായ പ്രകൃതിയൊരുക്കിയ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടാണ് തിരികെ ഞങ്ങൾ കസോളിൽ എത്തിച്ചേർന്നത്.